Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain amma ba'd. A'udzu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Laqad kana lakum fi rasulillahi uswatun hasanah. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിധികർത്താക്കളെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വ്യക്തിജീവിതത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് മാത്രമല്ല പ്രവാചക ജീവിതം ഓരോ കാലത്തും പ്രശസ്തമാവുന്നത്. ലോകത്തിലെ ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ ലോകത്തിൽ പ്രശസ്തമാക്കപ്പെടുന്നത് അവർ ഒരു ആശയത്തിൻ്റെ പ്രതിനിധികളാവുമ്പോഴാണ്. ചരിത്രത്തിലൂടെ ഒരുപാട് പേർ കടന്നുപോയിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടില്ല. ചരിത്രം അതൊരു വലിയ അധ്യാപകനാണ്. അതിൽ ബാക്കിയാവുന്നത് പ്രശസ്തമായ ചില കാര്യങ്ങൾ മാത്രം. അത്തരത്തിൽ പ്രശസ്തമായ സ്ഥാനമാണ് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചത്. അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയവർ എത്തിത്തീർന്നത് അങ്ങ് കാട്ടറബികൾ ജീവിച്ച അറേബ്യ എന്ന നാട്ടിലേക്കാണ്. കാട്ടറബികൾ എന്ന് വെച്ചാൽ അൺസിവിലൈസ്ഡ് ബാർബേരിയൻസ്. സംസ്കാരത്തിൻ്റെ അടയാളം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, നൈതികതയും ധാർമ്മികതയും ഇല്ലാത്ത, അക്ഷരജ്ഞാനം വളരെ കുറച്ചു മാത്രം അറിയുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെ പരിവർത്തിപ്പിക്കാനായി മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിക്കുകയാണ്. പ്രവാചകത്വത്തിനു മുമ്പ് അനാഥ ബാല്യം, മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം വളരെ കുറച്ചു മാത്രം ലഭിച്ച കുട്ടി. അതിൽ ഒരാളുടെ സ്നേഹം തീരെ ലഭിച്ചിട്ടില്ല. വളരെ ദാരിദ്ര്യം അനുഭവപ്പെട്ടു. ആട്ടിടനായി ജീവിച്ചു. ഒടുവിൽ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മദ്യവും ലഹരിയും വ്യഭിചാരവും അതിരുകടന്ന അറബിക്കൂട്ടത്തിലേക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ മദ്യനിരോധന സമയത്ത് തങ്ങളുടെ ഇഷ്ടവിഭവം മുടച്ചു കളഞ്ഞവർ. നോക്കൂ കൂട്ടുകാരെ, ഇതാണ് പരിവർത്തനം. നമ്മുടെ നാട്ടിൽ എത്രയേറെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് മദ്യം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം മദ്യം ഇല്ലാതാക്കാൻ വേണ്ട നല്ലൊരാശയം മദ്യപാനികളുടെ മനസ്സിൽ എത്തിയിട്ടില്ല എന്നതാണ്. പ്രവാചകന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധികളാണ് പ്രവാചകന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. സത്യസന്ദേശവുമായി മുമ്പോട്ട് വന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പരിഹസിച്ചു, കള്ളപ്രവാചകൻ എന്ന് വിളിച്ചു, കല്ലെറിഞ്ഞു ബഹിഷ്കരിച്ചു. പ്രവാചകന് ധാരാളം മക്കളുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഫാത്തിമ ഒഴികെയുള്ളവരെല്ലാം ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അതിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞ് 1.5 വയസ്സിൽ മരണപ്പെട്ടു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുക എന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്രയേറെ വേദനയായിരിക്കും. ഇതിൻ്റെ കൂടെ ശത്രുക്കൾ പരിഹസിക്കുകയും കൂടി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ പ്രവാചകൻ ഇതിന് പ്രതികാരം കൊണ്ടോ അക്രമത്തിലോ മറുപടി നൽകിയോ? വിമർശനങ്ങളെ ക്ഷമയിലും സഹനത്തിലും ധൈര്യത്തിൽ അതിജയിച്ചു. പ്രവാചകൻ ജനിച്ച മണ്ണ് മക്കയാണ്. അദ്ദേഹം നിസ്കരിച്ച ഇടം കഅബയാണ്. ഈ ആശയത്തിന് വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പരിഹസിച്ചു, കള്ളപ്രവാചകൻ എന്ന് വിളിച്ചു, കല്ലെറിഞ്ഞ് ബഹിഷ്കരിച്ചു. പ്രവാചകൻ ജനിച്ച മണ്ണ് മക്കയാണ്. അദ്ദേഹം നിസ്കരിച്ച ഇടം കഅബയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സർവ്വതും ഒരു കാലത്തുണ്ടായിരുന്നത്. ഈ ആശയത്തിനു വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ ആട്ടിയോടിച്ചു. അങ്ങനെ കലങ്ങിയ കണ്ണുകളുമായി പ്രവാചകൻ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ മക്കേ, കഠിന സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത്. തൻ്റെ കൂടെയുള്ളവർക്കെല്ലാം പ്രവാചകൻ ആശ്വാസമായിരുന്നു. നമ്മെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുമോ? അങ്ങനെ ചെയ്യുന്ന എത്ര ഭരണാധികാരികൾ നമുക്കിടയിലുണ്ട്. എന്നാൽ വേണ്ട, ലോകത്തിൻ്റെ ചരിത്രത്തിൽ വെറും 200 വർഷം മാത്രം അവകാശപ്പെട്ട അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എത്രയേറെ രാജ്യങ്ങളെയാണ് ഭീതിപ്പെടുത്തുന്നത്. എന്നാൽ പ്രവാചകന്റെ വികാസത്തിലോ വളർച്ചയിലോ ഒരംശം പോലും ഭീതി കടന്നു വന്നിട്ടില്ല എന്നതാണ്. ലോക ചരിത്രത്തിൽ ഒരുപാട് ചാർട്ടറുകൾ കടന്നു വന്നിട്ടുണ്ട്. ബ്രിട്ടൻ ചരിത്രത്തിൽ മാഗ്ന കാർട്ട, അതുപോലെ അമേരിക്കയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ ഒരുപാട് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകൻ മീസാഖ് മദീന
മദീന ചാർട്ടർ മുവാഹിദത്തു മദീന എന്ന പേരിൽ യഹൂദികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണരേഖ തയ്യാറാക്കി. ഈ ആദർശത്തിനു വേണ്ടി കൈകോർത്ത് സമരസപ്പെട്ട് ഈ ആദർശമാണ് വലുതെന്നുറക്കെ പ്രഖ്യാപിച്ച് പ്രവാചകൻ കടന്നുപോയി. ചരിത്രത്തിൽ ജോൺ ബർണാഡ് ഷാ, ഗാന്ധിജി എന്നിവർ പ്രവാചകനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതിൽ പ്രവാചകന്റെ ഭരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഭരണാധികാരികളും നമുക്കിടയിലുണ്ട്. ഇന്ന് ലോകം സമാധാനം തേടുകയാണ്. This is a wounded world. We need a healing touch. ഇത് മുറിവേറ്റ ലോകമാണ്. നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ തലോടലാണ്. പ്രവാചകൻ സ്വാതന്ത്ര്യത്തിന്റെ കുളിർമയായിരുന്നു. അദ്ദേഹത്തെ കണ്ടവർക്ക്, കേട്ടവർക്ക്, അനുഭവിച്ചവർക്ക് ശത്രുപക്ഷത്തിൽ നിന്ന് പോലും ബഹുമാനം ലഭിക്കുന്ന പ്രവാചകൻ എത്ര മാതൃകാപരം. ശ്രീനാരായണ ഗുരു പറയുന്നത് പോലെ കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ. നമുക്കറിയാം, ലോകത്തിലെ സ്വേച്ഛാധിപതികളിൽ ഒന്നാമനായ മുഅമ്മർ ഗദ്ദാഫി മുല്ലപ്പൂ വിപ്ലവകാലത്ത് ആ വലിയ ചരിത്രം അവസാനിക്കുകയാണ്. വലിയ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ജീവിച്ചിരുന്ന മുഅമ്മർ ഗദ്ദാഫിയെ മുല്ലപ്പൂ അനുകൂല സൈന്യം പിടികൂടുന്നത് മലിനജലം ഒഴുകുന്ന ഓടയിൽ നിന്നാണ്. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ ഒരു കൊട്ടാരം പണിതില്ല. അള്ളാഹു പറയുന്നത് പോലെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ചെറിയ വിമർശനങ്ങൾ പോലും നമ്മെ തളർത്തുന്ന ഈ കാലത്ത് പ്രവാചകനെ നമ്മോട് പഠിപ്പിക്കാനുള്ളത് സഹനവും സദാചാരവും ആത്മവിശ്വാസവുമാണ്. അതിനാൽ വിമർശനങ്ങളെ ശത്രുവായി കാണാതെ സ്വയം മെച്ചപ്പെടാനുള്ള ഒരവസരമായി ഉപയോഗിക്കാനും വാക്കുകളാൽ വേദനിപ്പിച്ചവർക്ക് മുമ്പിൽ നന്മയിൽ മറുപടി നൽകാനും വെറുപ്പിന് പകരം സ്നേഹം പകരാനും വിമർശനങ്ങളെ ധൈര്യത്തിൽ അതിജയിക്കാനും നാഥൻ നമ്മെ തുണക്കട്ടെ. ആമീൻ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.